ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ കൂടുതൽ കറികളൊന്നും ഇല്ലാത്ത ദിവസം നല്ല രുചിയോട് ചോറുണ്ണാനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കൂടുതൽ ആളുകൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ കണ്ടുവയ്ക്കാലോ. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു ഇത്തിരി കൂടെ മുളക് കൂടുതൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് മുളക് കറക്റ്റ് വറവാകുന്ന സമയത്ത് അങ്ങ് കോരി മാറ്റി വെക്കാം. എന്നിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കറക്റ്റ് ആവുന്ന സമയത്ത് എടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഈ വെളിച്ചെണ്ണയിലേക്ക് മീഡിയം സൈസുള്ള ഒരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഒരു തക്കാളി 2-4 പീസാക്കിയാൽ മതി. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതലാണെങ്കിൽ 2 അല്ലിയും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം അത്യാവശ്യം ഒരു എരിവ് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് വറ്റൽമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചമ്മന്തിയിലേക്ക് വേണ്ടത്. ഇനി ഇത് വളരെ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറിക്കിട്ടും, പക്ഷേ തക്കാളിയുടെ ഉള്ളിലൊന്നും കറക്റ്റ് വേവ് എത്തിയിട്ടുണ്ടാവില്ല. കറക്റ്റ് വെന്തിട്ടില്ലെങ്കിൽ ഒരു വെള്ളച്ചൊവയായിരിക്കും കേട്ടോ. പച്ചത്തക്കാളിയുടെ ഒരു ടേസ്റ്റേക്ക് നമ്മൾ ചമ്മന്തി ആക്കി കഴിഞ്ഞാലും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചു 2-3 തവണ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് വരണം കേട്ടോ. ഒത്തിരി ഒരു കരിഞ്ഞ പോലെ ആയാലും കുഴപ്പമില്ല, പക്ഷേ വെന്തിട്ട് ഉണ്ടാവണേ. ഇനി ഈ ഒരു ചമ്മന്തിക്ക് കുറച്ചുകൂടി ഒരു പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വാളംപുളി, കൂടുതൽ വേണ്ട, കുറച്ച് വാളംപുളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ചൂടാക്കി എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ചതച്ചെടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും മുളകും ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ അമ്മിയിൽ വെച്ചിട്ട് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇടികല്ലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താലും മതി. ഇനി മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളിക്കൂട്ട് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിടാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ തൊലി അങ്ങ് മാറ്റി കളയാം കേട്ടോ. ഞാനിപ്പോൾ മാറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തീരെ തക്കാളിയുടെ തൊലിയൊന്നും വേണ്ട, നല്ല പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് പാകത്തിന് ഇതുപോലെ നല്ലോണം ഒന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടെ ഉടയണമെന്നുണ്ടെങ്കിൽ വേറൊരു കുറച്ച് കുഴിയുള്ള സ്റ്റീൽ പാത്രത്തിലേക്കായിട്ട് വെച്ചിട്ട് ഈ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്താൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതുകൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ മുഴുവനും ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഇത്തിരി ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാൻ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയിലാണല്ലോ തക്കാളിയൊക്കെ വറുത്തെടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കൂടുതൽ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. കൂടുതൽ കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നല്ല ചൂടുള്ള ചോറും ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. ശരിക്കും പറഞ്ഞാൽ വേറെ കറികളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് കൂട്ടി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റില്ല കേട്ടോ. ചൂട് ചോറിൽ ഈ ഒരു തക്കാളിക്കറിയും വേണമെന്നുണ്ടെങ്കിൽ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.